എല്ലാവർക്കും നമസ്കാരം. സാധാരണക്കാരായ മനുഷ്യർ നമ്മളൊക്കെ ധരിക്കുന്നത് നമുക്കൊന്നും ശത്രുക്കളാരുമില്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യരാണ്, എല്ലാവരോടും സൗഹൃദത്തോടെയൊക്കെ പോകുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കൊന്നും ശത്രുക്കളില്ല എന്നാണ്. എന്നാൽ നമ്മൾ എല്ലാവരുടെയും ചുറ്റിലും നമ്മൾ കാണാത്ത ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്. അവർ പ്രത്യക്ഷത്തിൽ നമ്മുടെ ശത്രുക്കളായിട്ട് നമുക്ക് തോന്നത്തില്ല. എന്നാൽ ഉള്ളുകൊണ്ട് നമ്മുടെ വീഴ്ച കാണാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പരാജയം കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. പുറമേ അവർ നമ്മുടെയൊക്കെ അഭ്യുദയകാംക്ഷികളായിട്ട്, വെൽവിഷേഴ്സായിട്ട് നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുകയും വളരെ സൗഹൃദത്തോടെ ഇടപെടുന്നു. എന്നാൽ ഉള്ളിൽ നേരെ മറിച്ചാണ്. അവർ അവസരം കിട്ടുമ്പോൾ നമ്മളെ താറടിക്കാനും ചെളിവാരി എറിയാനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ആ ഒരു ഇമേജിനെ മോശമാക്കാനും അവർ പരമാവധി ശ്രമിക്കും. ഇതൊന്നും നമ്മൾ അറിയുകയില്ല, നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നത്തില്ല. ഇത് അവർ ചെയ്യുന്നത് വെറും അസൂയ കൊണ്ട് മാത്രമാണ്. ഒരാൾ നന്നായിട്ട് പോകുന്നത് കാണുമ്പോൾ, ജീവിതത്തിൽ വിജയം വരിച്ചു പോകുന്ന കാണുമ്പോൾ തോന്നുന്ന വലിയ അസൂയ. നമ്മുടെ ബൈബിളിൽ ഇക്കൂട്ടരെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബൈബിളിൽ സങ്കീർത്തനം 62:4 ഇപ്രകാരം പറയുന്നു: അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ആ വചനം തന്നെ വളരെ കൃത്യമാണ്. ഈ പുറമെ വലിയ അനുഗ്രഹങ്ങളും പ്രശംസകളൊക്കെ ചൊരിഞ്ഞാലും ഉള്ളുകൊണ്ട് ഇവൻ പരാജയപ്പെടനെ ഇവന് ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇനി ആരാണ് ഈ ശത്രുക്കൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശത്രുക്കൾ ആരാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് വലിയ ഞെട്ടലുണ്ടാകുന്നത്. നമ്മുടെയൊക്കെ അടുത്ത ബന്ധുക്കൾ, നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, നമ്മുടെയൊക്കെ സുപ്പീരിയേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ എവിടെ ഇടപെടുന്നോ ആ ഇടപെടുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉള്ള മുഖംമൂടി അണിഞ്ഞ അഭ്യുദയകാംക്ഷികൾ, അല്ലെങ്കിൽ മുഖംമൂടി അണിഞ്ഞ വെൽവിഷേഴ്സ്, ഇതുപോലെയുള്ള ശത്രുക്കൾ ഉണ്ടാകാം. അതിൻ്റെ അർത്ഥം നമ്മൾ ഇടപെടുന്ന, നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാ ആൾക്കാരും ശത്രുക്കളാണെന്നല്ല. വളരെ കുറച്ച് ഒരു ആൾക്കാർ ഇതുപോലെ എല്ലാ മേഖലയിലുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. അത് ഈ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയയിൽ നിന്നാണ് ഈ ശത്രുത ഉണ്ടാകുന്നത്. എന്നാൽ ഈ ശത്രുക്കൾ ഇങ്ങനെ അണിയറയിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴും ദൈവാനുഗ്രഹമുള്ള ആൾക്കാർക്ക് ദൈവം ഒരു ചിന്ത മനസ്സിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു സിക്സ്ത് സെൻസ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപാട് പേര് നിൻ്റെ വീഴ്ച കാണാൻ കാത്തിരിക്കുന്നു, നീ പരാജയപ്പെടാനായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുക, ചിട്ടയോടെ ക്രമീകരിക്കുക, വളരെ സൂക്ഷ്മതയോടെ നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ പ്രാർത്ഥനാപൂർവം നീ ശ്രദ്ധിച്ച് നിൻ്റെ ജീവിതം കൊണ്ടുപോവുക. ഇങ്ങനെയൊരു ചിന്ത പ്രാർത്ഥനയുള്ള, ദൈവാനുഗ്രഹമുള്ള ആൾക്കാർക്ക് ദൈവം മനസ്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവർ അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് ചിട്ടയോടെ പോകുന്നു. ഇതുപോലെ എതിർക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീഴ്ച കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മളതൊന്നും വകവയ്ക്കാതെ അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ വിജയം ലക്ഷ്യമാക്കി ചിട്ടയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊക്കെ ഇനി ഒരുപാട് ജീവിതം മുമ്പോട്ട് കിടക്കുന്നു. ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ
2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒന്ന്, നല്ല ദൈവവിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോവുക. രണ്ടാമത്, ശത്രുക്കൾ നമ്മളെ പരാജയം കാണാൻ കാത്തിരിക്കുന്നു. ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കാര്യമായിട്ടെടുക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാത്രം മുന്നോട്ട് കണ്ടുകൊണ്ട് നമ്മൾ പോവുക, അതിനെ ഇഗ്നോർ ചെയ്യുക. ഇനി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ എതിർക്കുന്നുണ്ടെന്നറിഞ്ഞു അതാരാണെന്ന് കണ്ടുപിടിക്കാനും അവരോട് വിദ്വേഷം വെച്ച് അവരോട് പകരം വീട്ടാനുമായിട്ടുള്ള ഒരു ചിന്തകളിലേക്ക് നമ്മൾ പോകാതെ, അല്ലെങ്കിൽ അതിന് ശ്രദ്ധ കൊടുക്കാതെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാത്രം മുൻനിർത്തി പ്രാർത്ഥനാപൂർവം പോവുക. ഇങ്ങനെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ വിജയം വരിക്കും, അവർ ലക്ഷ്യത്തിലെത്തും. കാരണം ദൈവം അവരുടെ കൂടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചിന്ത നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ ഈ വീഡിയോ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.